സാഗറിനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് വിവേകിനറിയില്ലായിരുന്നു. അവൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ശരിയാണ്. ഈ കഴിഞ്ഞ 28 വർഷത്തിനിടെ അവൻ ഒരുപാട് അനുഭവിച്ചു. ജനിപ്പിച്ച അച്ഛനോ അമ്മയോ പോലും അവന് താങ്ങായി ഉണ്ടായിരുന്നില്ല. പിന്നീട് അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വന്ന അവൻ്റെ എല്ലാമായി മാറിയ ജാനകിയാണെങ്കിൽ അവൻ ചെയ്യാത്ത തെറ്റിൻ്റെ പടുകുഴിയിലേക്ക് അവനെ തള്ളിയിട്ടിട്ട് ദൂരേക്ക് പോയി മറിഞ്ഞു. ആരാലും സ്നേഹിക്കപ്പെടാതെ ഉള്ളുനീറി ജീവിക്കുന്ന അവൻ്റെ വേദന അവന് മാത്രമേ അറിയൂ. ഇപ്പോൾ നടന്ന വിവാഹം പോലും ഭാഗ്യയോടുള്ള പ്രഭേച്ചിയുടെ സഹതാപത്തിൻ്റെ പേരിലാണ് നടന്നത്. പക്ഷെ ഇങ്ങനെയാണോ ശരിക്കും രണ്ടുപേർ ചേർന്ന് ഒരു വിവാഹ ജീവിതം തുടങ്ങേണ്ടത്? പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് സന്തോഷത്തോടെ തുടങ്ങേണ്ട ഒരു കുടുംബജീവിതമാണ് ഒരു തരി പോലും സ്നേഹമില്ലാതെ ഇവർ രണ്ടും തുടങ്ങിയിരിക്കുന്നത്. എടാ, നിന്നെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നിന്റെ അവസ്ഥ നിനക്ക് മാത്രമേ അറിയൂ. ഒരിക്കലും നിനക്ക് മോശം വരുന്നതൊന്നും നിന്റെ അമ്മ ചെയ്യില്ല. ഇത്ര നാളും നിന്നെ അകറ്റി നിർത്തിയതിൻ്റെ വേദന അവരുടെ ഉള്ളിൽ ആവോളമുണ്ട്. അത് നികത്താനാണ് നിനക്കൊരു കൂട്ട വേണമെന്നവർ ആഗ്രഹിച്ചത്. പിന്നെ അവരുടെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മകൾ ആ വീട്ടിൽ നരകയാതന അനുഭവിക്കുന്നത് കൂടെ കാണാൻ പറ്റാതെയാകും അവർക്ക്. ഇങ്ങനെ ഒരു വിവാഹം നടത്തേണ്ടി വന്നത് ചിലപ്പോൾ ഇതെല്ലാം നിന്റെ ജീവിതം നല്ലതായി മാറിമറിയാനായിരിക്കും. ഭാഗ്യ നല്ല കുട്ടിയാണ്. നീ അവളെ ഒന്ന് സ്നേഹിച്ചാൽ മതി. നിന്നെപ്പോലെ തന്നെയാണ് അവളും ജീവിച്ചു വന്നത്. ജനിച്ച് 2 വർഷം കഴിഞ്ഞ് സ്വന്തം അമ്മ മരിച്ചു. പിന്നീട് അവളുടെ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ആ സ്ത്രീക്ക് ഭാഗ്യയുടെ പ്രായത്തിലുള്ളൊരു മകളുണ്ടായിരുന്നു. പിന്നെ ഭാഗ്യയുടെ അച്ഛനിൽ നിന്നും ഒരു മകൾ കൂടി ഉണ്ടായി. അവർ ആ വീട്ടിലെ അടിമയായിട്ടാണ് ഇവളെ കണ്ടിരുന്നത്. പ്രഭേച്ച് നിന്നോട് എല്ലാം പറഞ്ഞു കാണുമല്ലോ. വിവേക് കാര്യങ്ങൾ സാഗറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവളുടെ അവസ്ഥയും സാഹചര്യമൊക്കെ അമ്മ എന്നോട് പറഞ്ഞതാണ്. അത് കേട്ട് സഹതാപം തോന്നിയാണ് ഞാൻ എല്ലാത്തിനും നിന്നു കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റുമോ എന്നറിയില്ല വിവേകേട്ട. അവൾക്ക് ആഗ്രഹിക്കുന്നൊരു ഭർത്താവാകാൻ എന്നെ കൊണ്ട് കഴിയില്ല. ജാനകി എന്നോട് ചെയ്തത് എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. ഏട്ടൻ അറിയാലോ ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. പക്ഷേ അവൾ ബാക്കി പറയാനാകാതെ തലയ്ക്ക് കൈ കൊടുത്ത സാഗർ നിലത്തേക്ക് നോക്കിയിരുന്നു. സാഗറെ വിവാഹം കഴിച്ചതിൻ്റെ അനുഭവസ്ഥൻ എന്ന നിലയ്ക്ക് ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനും രാധികയും ജീവിച്ചു തീർത്ത ഇത്രയും വർഷങ്ങൾ ഒരുപാട് അടിപൊളിയൊന്നുമല്ല. പക്ഷെ ഞങ്ങളുടേതായ ലോകത്ത് സന്തോഷം കണ്ടെത്താൻ ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. നിനക്കറിയാലോ, ഒരുപാട് പെണ്ണുകാണലിന് ശേഷമാണ് എനിക്ക് രാധികയുടെ ബന്ധമുറപ്പിക്കുന്നത്. ആദ്യമൊന്നും അവൾക്ക് വിവാഹത്തിനോടൊരു താല്പര്യമില്ലായിരുന്നു. അവൾക്ക് പഠിക്കണം, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ. പക്ഷെ അവളുടെ വീട്ടിൽ അതിനുള്ള സാമ്പത്തികമുണ്ടായിരുന്നില്ല. അന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അവൾ ആകെ എന്നോട് ചോദിച്ചത് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തോട്ടെ, എന്നെ പഠിപ്പിക്കുമോ എന്നായിരുന്നു. പക്ഷെ നിനക്കറിയാലോ, ഞാനും ഒരുപാട് മെച്ചപ്പെട്ട കുടുംബത്തിൽ നിന്നൊന്നുമല്ല ജനിച്ചത്. അന്ന് എനിക്ക് ടൈൽസിൻ്റെ ഗോഡൗണിൽ ചുമടെടുക്കലായിരുന്നു പണി. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞപ്പോൾ നിസ്സഹായിയായി എൻ്റെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല. പഠിക്കണമെന്ന അവളുടെ വല്ലാത്തൊരാഗ്രഹം ഞാൻ ആ മുഖത്ത് കണ്ടിരുന്നു. സത്യത്തിൽ ഒരു പെണ്ണ് കാണുകൾ മുടങ്ങിയപ്പോഴും എനിക്കിത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നില്ല. പക്ഷേ രാധികയുടെ വീട്ടിൽ നിന്ന് ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, പിന്നീട് എനിക്കൊരു പെണ്ണ് കാണാനും പോവാനായി തോന്നിയില്ല. പിന്നീട് 3 വർഷം വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഞാൻ. പെട്ടെന്നൊരു ദിവസമാണ് രാധികയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വരുന്നത്. അവൾക്ക് ഞാനുമായുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. 3 വർഷം അവൾ മറ്റാരുടെയും സ്വന്തമാവാതെ തിരികെ എന്നിലേക്ക് തന്നെ വന്നു. വിവാഹം ഉറപ്പിക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത്, ഞാൻ പെണ്ണ് കാണാൻ ചെന്നതിൻ്റെ പിറ്റേന്ന് അവളുടെ വീട്ടിലേക്ക് ഒരു സ്പോൺസർ വന്നിരുന്നു. പഠിക്കാൻ ആഗ്രഹമുള്ള എന്നാൽ സാമ്പത്തികമായി പിന്നോട്ടുള്ള കുട്ടികളുടെ ചിലവെല്ലാം ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ. ആ മാസം തന്നെ അവൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ ശരിയായി. പിന്നീടുള്ള 3 വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നല്ല മാർക്ക് തന്നെ വാങ്ങി അവൾ പാസ്സായി. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അവൾ ഇവിടെയുള്ള എണ്ണ കമ്പനിയിൽ അസിസ്റ്റൻ്റ് മാനേജറായി ജോലിക്ക് പ്രവേശിച്ചു. പിന്നീട് ഞങ്ങൾക്കൊരു മോളുണ്ടായി. സത്യത്തിൽ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടുക എന്നത് ഭാഗ്യം ചെയ്യേണ്ട കാര്യമാണ്. ആ കാര്യത്തിൽ ഞാൻ 101% ഭാഗ്യവാനാടോ. അവളെപ്പോലെ എന്നെ മറ്റാരും ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ല. നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിന്നെ വിശ്വസിച്ച് കൂടെ വന്ന പെണ്ണാണ് ഭാഗ്യം. അവളെ ഒറ്റപ്പെടുത്തരുത്. സമയമെടുത്താണെങ്കിലും അവളെ സ്നേഹിക്കണം.
നിങ്ങളൊരു ജീവിതം തുടങ്ങണം. പരസ്പരം മനസ്സിലാക്കേണ്ടതാണ് വിവാഹ ജീവിതത്തിലെ ആദ്യത്തെ പടി. അതിന് നിങ്ങൾ ആദ്യം ഉള്ളു തുറന്ന് സംസാരിക്കണം. കൂടുതലൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടമാണ്. അവളെ സ്നേഹിക്കണോ വെറുക്കണോ എന്നൊക്കെ ഉള്ളത് നിന്റെ തീരുമാനമാണ്. നിന്റെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടാവും എന്ന് കരുതി എപ്പോഴും അത് ആലോചിച്ചു കൊണ്ടിരുന്നാൽ അതിനെ സമയമുണ്ടാകുകയുള്ളൂ. നമ്മൾ സ്നേഹിക്കുന്ന ആളെയല്ല സ്നേഹിക്കേണ്ടത്. നമ്മളെ സ്നേഹിച്ച് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളെയാണ് സ്നേഹിക്കേണ്ടത്. വിവേക് സാഗറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധികയും ഭാഗ്യയും തുണിക്കടയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇവക്ക് വീട്ടിലിടാനും പുറത്തിടാനും കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങി. പിന്നെ സാഗറെ, നിന്റെ ഭാര്യ നിനക്ക് 2 ഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിനക്കെന്തായാലും ഇഷ്ടപ്പെടും. ഇവക്ക് നല്ല സെലക്ഷൻ സെൻസ് ഉണ്ട് കേട്ടോ, പറഞ്ഞുകൊണ്ട് രാധിക കവറുകൾ അവനെ ഏൽപ്പിച്ചു. എന്നാൽ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? ഇന്ന് പുതുമോടികൾക്ക് എൻ്റെ വകയാണ് ചിലവ്, പറഞ്ഞുകൊണ്ട് വിവേക് എഴുന്നേറ്റ് പാർക്കിൽ ഊഞ്ഞാലാടുകയായിരുന്ന മോളെയും എടുത്ത് തങ്ങളുടെ വണ്ടി വെച്ചിരുന്ന സ്ഥലത്തേക്ക് നടന്നു. ടൗണിലെ ഒരു കഫേയിലേക്കാണ് അവർ 5 ആളും പോയത്. അവിടെ എത്തി ഓർഡർ കൊടുത്ത ശേഷം അവർ ഓരോ നാട്ടുവർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഭാഗ്യ ആ നാട്ടിലെ ഓരോ വിശേഷങ്ങൾ അറിഞ്ഞു. ഇത്ര സമാധാനത്തോടെ ഒരു സ്ഥലത്ത് അവൾ വന്നിരിക്കുന്നത് ഇതാദ്യമായാണ്. ഇനി എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടോ ഭാഗ്യ? കഫയിൽ നിന്നിറങ്ങിയ ശേഷം രാധിക അവളോട് ചോദിച്ചു. ഇല്ല എന്ന് തോന്നുന്നു ചേച്ചി, ഏട്ടനോടൊന്ന് ചോദിച്ചോളൂ, ഭാഗ്യ സാഗറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് ശരി, നിന്റെ ഭർത്താവിനോട് ഞാനാണോ നിന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വാങ്ങണമെന്നുള്ളത് ചോദിക്കേണ്ടത്? രാധിക താടി കൈവച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഏട്ടൻ എന്നെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഭാഗ്യ മടിയോടെ പറഞ്ഞു. എടി പെണ്ണെ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം നീ മറന്നുപോയോ? ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചു തുടങ്ങേണ്ടത്. അവൻ്റെ ഈ സ്വഭാവം നീ വേണം മാറ്റിയെടുക്കാൻ. നീ തന്നെ ഇങ്ങനെ പേടിച്ചിരുന്നാൽ എങ്ങനെയാണ്? അവൻ ബൈക്കിൽ കയറുന്നതിന് മുൻപ് ചോദിക്കാം വാ. ദേ പിന്നെ അവിടെ ചെന്നിട്ട് ഫഫ വെക്കാൻ പാടില്ല കേട്ടല്ലോ. ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് ചോദിക്കുക, അത്രമാത്രം, മനസ്സിലായോ? രാധിക ചോദിച്ചപ്പോൾ മടിയോടെയാണെങ്കിലും ഭാഗ്യ തലയാട്ടി. വാ, അങ്ങോട്ടേക്ക് പോകാം, പറഞ്ഞുകൊണ്ട് ഭാഗ്യയുടെ കൈ പിടിച്ച് രാധിക വിവേകിൻ്റെ സാഗറിൻ്റെ അടുത്തേക്ക് നടന്നു. ചോദിക്കേ, ഭാഗ്യയുടെ തോളിൽ തട്ടിക്കൊണ്ട് രാധിക പറഞ്ഞു. ഭാഗ്യയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഇത് പൊതുസ്ഥലമാണ്. ഇവിടെ വെച്ച് സാഗർ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. ഇനി താൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇവരുടെയൊക്കെ മുന്നിൽ താൻ നാണം കെടും. അതൊക്കെ ഓർത്തപ്പോൾ ഭാഗ്യയ്ക്ക് സാഗറിനോട് സംസാരിക്കാൻ മടി തോന്നി. അവൾ നിസ്സഹായതയോടെ രാധികയെ നോക്കി. രാധിക അവളെ നോക്കി കണ്ണുരുട്ടി. വേറെ നിവൃത്തിയില്ലാതെ സാഗറിൻ്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങി നിന്നുകൊണ്ട് ഭാഗ്യ അവനെ വിളിച്ചു. ഏട്ടാ. അവളുടെ പതിഞ്ഞ സ്വരം കേട്ടതും സാഗർ തിരിഞ്ഞു നോക്കി. അതുകണ്ട് രാധികയും വിവേകും മനസ്സിൽ ചിരിച്ചു. സാഗർ എന്താണെന്ന അർത്ഥത്തിൽ ഭാഗ്യയെ നോക്കി. അത് പിന്നെ ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ? അവൾ അവനെ നോക്കാതെ ചോദിച്ചു. മുറിയിലെ ഫാൻ കേടാണ്, ഒരെണ്ണം വാങ്ങിക്കാം. പിന്നെ മിക്സിയും ഒരു ഇൻഡക്ഷൻ കുക്കറും കൂടി കിട്ടുമോ എന്ന് നോക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ഹെൽമെറ്റ് എടുത്തിട്ട് ബൈക്കിലേക്ക് കയറി. ഭാഗ്യ രാധികയെ തിരിഞ്ഞു നോക്കി. അവൾ വെരി ഗുഡ് എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. ഭാഗ്യയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. താൻ പറഞ്ഞത് കുറച്ചെങ്കിലും അവൻ്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ടാകുമെന്ന വിവേകിന് ഉറപ്പായിരുന്നു. അയാളും തൻ്റെ വണ്ടിയിലേക്ക് കയറി, രാധിക പുറകിലും. പിന്നീട് അവർ ഒരു ഇലക്ട്രോണിക് ഷോപ്പിലേക്കാണ് ചെന്നത്. അവിടുന്ന് ഒരു ഫാനും മിക്സിയും ഇൻഡക്ഷൻ കുക്കറും വാങ്ങി തിരികെ വീട്ടിലേക്ക് തിരിച്ചു. വിവേകിൻ്റെ മോക്ക് ചെറിയ പനിക്കോൾ ഉണ്ടായിരുന്നതിനാൽ അവർ നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. സാഗറും ഭാഗ്യയും അവരുടെ വീട്ടിലേക്കും. പോകുന്ന വഴിയെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്ന സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ടപ്പോഴാണ് തൻ്റെ തൊട്ടപ്പുറം വണ്ടിയിലിരിക്കുന്ന ഒരാണിനെയും പെണ്ണിനെയും ഭാഗ്യ ശ്രദ്ധിച്ചത്. ആൺകുട്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. പുറകിൽ അവനെ കെട്ടിപ്പിടിച്ച് ആ പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് തൻ്റെ പ്രായമേ ഉണ്ടാവുകയുള്ളൂ. ആൺകുട്ടിക്കും അത്ര തന്നെ. ഭാഗ്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഇതുപോലെ ഒരു കാമുകനെ കിട്ടാനും വേണം ഭാഗ്യം. എന്നാൽ വീട്ടിൽ ചെന്ന് രാധിക ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഏട്ടനോട് എങ്ങനെ ചോദിക്കുമെന്നായിരുന്നു പിന്നീട് ഭാഗ്യയുടെ മനസ്സിൽ. കഥ നിങ്ങൾക്കിഷ്ടമായോ? ഈ കഥയുടെ ബാക്കിയുമായി ഞങ്ങൾ ഉടനെ എത്തതാണ്. കഥ നിങ്ങൾക്ക് ബാക്കി അറിയണമെന്നുണ്ടെങ്കിൽ, കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സാഗറിനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് വിവേകിനറിയില്ലായിരുന്നു. അവൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ശരിയാണ്. ഈ കഴിഞ്ഞ 28 വർഷത്തിനിടെ അവൻ ഒരുപാട് അനുഭവിച്ചു. ജനിപ്പിച്ച അച്ഛനോ അമ്മയോ പോലും അവന് താങ്ങായി ഉണ്ടായിരുന്നില്ല.
പിന്നീട് അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വന്ന അവൻ്റെ എല്ലാമായി മാറിയ ജാനകിയാണെങ്കിൽ അവൻ ചെയ്യാത്ത തെറ്റിൻ്റെ പടുകുഴിയിലേക്ക് അവനെ തള്ളിയിട്ടിട്ട് ദൂരേക്ക് പോയി മറിഞ്ഞു. ആരാലും സ്നേഹിക്കപ്പെടാതെ ഉള്ളുനീറി ജീവിക്കുന്ന അവൻ്റെ വേദന അവന് മാത്രമേ അറിയൂ. ഇപ്പോൾ നടന്ന വിവാഹം പോലും ഭാഗ്യയോടുള്ള പ്രഭേച്ചിയുടെ സഹതാപത്തിൻ്റെ പേരിലാണ് നടന്നത്. പക്ഷെ ഇങ്ങനെയാണോ ശരിക്കും രണ്ടുപേർ ചേർന്ന് ഒരു വിവാഹ ജീവിതം തുടങ്ങേണ്ടത്? പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് സന്തോഷത്തോടെ തുടങ്ങേണ്ട ഒരു കുടുംബജീവിതമാണ് ഒരു തരി പോലും സ്നേഹമില്ലാതെ ഇവർ രണ്ടും തുടങ്ങിയിരിക്കുന്നത്. എടാ, നിന്നെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നിന്റെ അവസ്ഥ നിനക്ക് മാത്രമേ അറിയൂ. ഒരിക്കലും നിനക്ക് മോശം വരുന്നതൊന്നും നിന്റെ അമ്മ ചെയ്യില്ല. ഇത്ര നാളും നിന്നെ അകറ്റി നിർത്തിയതിൻ്റെ വേദന അവരുടെ ഉള്ളിൽ ആവോളമുണ്ട്. അത് നികത്താനാണ് നിനക്കൊരു കൂട്ട വേണമെന്നവർ ആഗ്രഹിച്ചത്. പിന്നെ അവരുടെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മകൾ ആ വീട്ടിൽ നരകയാതന അനുഭവിക്കുന്നത് കൂടെ കാണാൻ പറ്റാതെയാകും അവർക്ക്. ഇങ്ങനെ ഒരു വിവാഹം നടത്തേണ്ടി വന്നത് ചിലപ്പോൾ ഇതെല്ലാം നിന്റെ ജീവിതം നല്ലതായി മറിയാനായിരിക്കും. ഭാഗ്യ നല്ല കുട്ടിയാണ്. നീ അവളെ ഒന്ന് സ്നേഹിച്ചാൽ മതി. നിന്നെപ്പോലെ തന്നെയാണ് അവളും ജീവിച്ചു വന്നത്. ജനിച്ച് 2 വർഷം കഴിഞ്ഞ് സ്വന്തം അമ്മ മരിച്ചു. പിന്നീട് അവളുടെ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ആ സ്ത്രീക്ക് ഭാഗ്യയുടെ പ്രായത്തിലുള്ളൊരു മകളുണ്ടായിരുന്നു. പിന്നെ ഭാഗ്യയുടെ അച്ഛനിൽ നിന്നും ഒരു മകൾ കൂടി ഉണ്ടായി. അവർ ആ വീട്ടിലെ അടിമയായിട്ടാണ് ഇവളെ കണ്ടിരുന്നത്. പ്രഭേച്ച് നിന്നോട് എല്ലാം പറഞ്ഞു കാണുമല്ലോ. വിവേക് കാര്യങ്ങൾ സാഗറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവളുടെ അവസ്ഥയും സാഹചര്യമൊക്കെ അമ്മ എന്നോട് പറഞ്ഞതാണ്. അത് കേട്ട് സഹതാപം തോന്നിയാണ് ഞാൻ എല്ലാത്തിനും നിന്നു കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റുമോ എന്നറിയില്ല വിവേകേട്ട. അവൾക്ക് ആഗ്രഹിക്കുന്നൊരു ഭർത്താവാകാൻ എന്നെ കൊണ്ട് കഴിയില്ല. ജാനകി എന്നോട് ചെയ്തത് എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. ഏട്ടൻ അറിയാലോ ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. പക്ഷേ അവൾ ബാക്കി പറയാനാകാതെ തലയ്ക്ക് കൈ കൊടുത്ത സാഗർ നിലത്തേക്ക് നോക്കിയിരുന്നു. സാഗറെ വിവാഹം കഴിച്ചതിൻ്റെ അനുഭവസ്ഥൻ എന്ന നിലയ്ക്ക് ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനും രാധികയും ജീവിച്ചു തീർത്ത ഇത്രയും വർഷങ്ങൾ ഒരുപാട് അടിപൊളിയൊന്നുമല്ല. പക്ഷെ ഞങ്ങളുടേതായ ലോകത്ത് സന്തോഷം കണ്ടെത്താൻ ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. നിനക്കറിയാലോ, ഒരുപാട് പെണ്ണുകാണലിന് ശേഷമാണ് എനിക്ക് രാധികയുടെ ബന്ധമുറപ്പിക്കുന്നത്. ആദ്യമൊന്നും അവൾക്ക് വിവാഹത്തിനോടൊരു താല്പര്യമില്ലായിരുന്നു. അവൾക്ക് പഠിക്കണം, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ. പക്ഷെ അവളുടെ വീട്ടിൽ അതിനുള്ള സാമ്പത്തികമുണ്ടായിരുന്നില്ല. അന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അവൾ ആകെ എന്നോട് ചോദിച്ചത് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തോട്ടെ, എന്നെ പഠിപ്പിക്കുമോ എന്നായിരുന്നു. പക്ഷെ നിനക്കറിയാലോ, ഞാനും ഒരുപാട് മെച്ചപ്പെട്ട കുടുംബത്തിൽ നിന്നൊന്നുമല്ല ജനിച്ചത്. അന്ന് എനിക്ക് ടൈൽസിൻ്റെ ഗോഡൗണിൽ ചുമടെടുക്കലായിരുന്നു പണി. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞപ്പോൾ നിസ്സഹായിയായി എൻ്റെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല. പഠിക്കണമെന്ന അവളുടെ വല്ലാത്തൊരാഗ്രഹം ഞാൻ ആ മുഖത്ത് കണ്ടിരുന്നു. സത്യത്തിൽ ഒരു പെണ്ണ് കാണുകൾ മുടങ്ങിയപ്പോഴും എനിക്കിത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നില്ല. പക്ഷേ രാധികയുടെ വീട്ടിൽ നിന്ന് ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, പിന്നീട് എനിക്കൊരു പെണ്ണ് കാണാനും പോവാനായി തോന്നിയില്ല. പിന്നീട് 3 വർഷം വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഞാൻ. പെട്ടെന്നൊരു ദിവസമാണ് രാധികയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വരുന്നത്. അവൾക്ക് ഞാനുമായുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. 3 വർഷം അവൾ മറ്റാരുടെയും സ്വന്തമാവാതെ തിരികെ എന്നിലേക്ക് തന്നെ വന്നു. വിവാഹം ഉറപ്പിക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത്, ഞാൻ പെണ്ണ് കാണാൻ ചെന്നതിൻ്റെ പിറ്റേന്ന് അവളുടെ വീട്ടിലേക്ക് ഒരു സ്പോൺസർ വന്നിരുന്നു. പഠിക്കാൻ ആഗ്രഹമുള്ള എന്നാൽ സാമ്പത്തികമായി പിന്നോട്ടുള്ള കുട്ടികളുടെ ചിലവെല്ലാം ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ. ആ മാസം തന്നെ അവൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ ശരിയായി. പിന്നീടുള്ള 3 വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നല്ല മാർക്ക് തന്നെ വാങ്ങി അവൾ പാസ്സായി. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അവൾ ഇവിടെയുള്ള എണ്ണക്കമ്പനിയിൽ അസിസ്റ്റൻ്റ് മാനേജറായി ജോലിക്ക് പ്രവേശിച്ചു. പിന്നീട് ഞങ്ങൾക്കൊരു മോളുണ്ടായി. സത്യത്തിൽ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടുക എന്നത് ഭാഗ്യം ചെയ്യേണ്ട കാര്യമാണ്. ആ കാര്യത്തിൽ ഞാൻ 101% ഭാഗ്യവാനാടോ. അവളെപ്പോലെ എന്നെ മറ്റാരും ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ല. നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിന്നെ വിശ്വസിച്ച് കൂടെ വന്ന പെണ്ണാണ് ഭാഗ്യ. അവളെ ഒറ്റപ്പെടുത്തരുത്. സമയമെടുത്താണെങ്കിലും അവളെ സ്നേഹിക്കണം. നിങ്ങളൊരു ജീവിതം തുടങ്ങണം. പരസ്പരം മനസ്സിലാക്കേണ്ടതാണ് വിവാഹ ജീവിതത്തിലെ ആദ്യത്തെ പടി. അതിന് നിങ്ങൾ ആദ്യം ഉള്ളു തുറന്ന് സംസാരിക്കണം. കൂടുതലൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ.
ഇനിയെല്ലാം നിൻ്റെ ഇഷ്ടമാണ്. അവളെ സ്നേഹിക്കണോ വെറുക്കണോ എന്നൊക്കെ ഉള്ളത് നിൻ്റെ തീരുമാനമാണ്. നിൻ്റെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടാവും എന്ന് കരുതി എപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ അതിന് സമയമുണ്ടാകുകയുള്ളൂ. നമ്മൾ സ്നേഹിക്കുന്ന ആളെയല്ല സ്നേഹിക്കേണ്ടത്. നമ്മളെ സ്നേഹിച്ച് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളെയാണ് സ്നേഹിക്കേണ്ടത്. വിവേക് സാഗറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധികയും ഭാഗ്യയും തുണിക്കടയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇവക്ക് വീട്ടിലിടാനും പുറത്തിടാനും കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങി. പിന്നെ സാഗറെ, നിൻ്റെ ഭാര്യ നിനക്ക് 2 ഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിനക്കെന്തായാലും ഇഷ്ടപ്പെടും. ഇവക്ക് നല്ല സെലക്ഷൻ സെൻസ് ഉണ്ട് കേട്ടോ പറഞ്ഞുകൊണ്ട് രാധിക കവറുകൾ അവനെ ഏൽപ്പിച്ചു. എന്നാൽ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? ഇന്ന് പുതുമോടികൾക്ക് എൻ്റെ വകയാണ് ചിലവ് പറഞ്ഞുകൊണ്ട് വിവേക് എഴുന്നേറ്റ് പാർക്കിൽ ഊഞ്ഞാലാടുകയായിരുന്ന മോളെയും എടുത്ത് തങ്ങളുടെ വണ്ടി വെച്ചിരുന്ന സ്ഥലത്തേക്ക് നടന്നു. ടൗണിലെ ഒരു കഫേയിലേക്കാണ് അവർ 5 ആളും പോയത്. അവിടെ എത്തി ഓർഡർ കൊടുത്ത ശേഷം അവർ ഓരോ നാട്ടുവർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഭാഗ്യ ആ നാട്ടിലെ ഓരോ വിശേഷങ്ങൾ അറിഞ്ഞു. ഇത്ര സമാധാനത്തോടെ ഒരു സ്ഥലത്ത് അവൾ വന്നിരിക്കുന്നത് ഇതാദ്യമായാണ്. ഇനി എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടോ ഭാഗ്യ? കഫയിൽ നിന്നിറങ്ങിയ ശേഷം രാധിക അവളോട് ചോദിച്ചു. ഇല്ല എന്ന് തോന്നുന്നു ചേച്ചി, ഏട്ടനോടൊന്ന് ചോദിച്ചോളൂ ഭാഗ്യ സാഗറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് ശരി, നിന്റെ ഭർത്താവിനോട് ഞാനാണോ നിന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വാങ്ങണമെന്നുള്ളത് ചോദിക്കേണ്ടത്? രാധിക താടി കൈവച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഏട്ടൻ എന്നെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഭാഗ്യ മടിയോടെ പറഞ്ഞു. എടി പെണ്ണെ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം നീ മറന്നുപോയോ? ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചു തുടങ്ങേണ്ടത്. അവൻ്റെ ഈ സ്വഭാവം നീ വേണം മാറ്റിയെടുക്കാൻ. നീ തന്നെ ഇങ്ങനെ പേടിച്ചിരുന്നാൽ എങ്ങനെയാണ്? അവൻ ബൈക്കിൽ കയറുന്നതിന് മുൻപ് ചോദിക്കാം വാ. ദേ പിന്നെ അവിടെ ചെന്നിട്ട് ഫ വെക്കാൻ പാടില്ല കേട്ടല്ലോ. ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് ചോദിക്കുക, അത്രമാത്രം, മനസ്സിലായോ? രാധിക ചോദിച്ചപ്പോൾ മടിയോടെയാണെങ്കിലും ഭാഗ്യ തലയാട്ടി. വാ, അങ്ങോട്ടേക്ക് പോകാം പറഞ്ഞുകൊണ്ട് ഭാഗ്യയുടെ കൈ പിടിച്ച് രാധിക വിവേകിൻ്റെ സാഗറിൻ്റെ അടുത്തേക്ക് നടന്നു. ചോദിക്കേ, ഭാഗ്യയുടെ തോളിൽ തട്ടിക്കൊണ്ട് രാധിക പറഞ്ഞു. ഭാഗ്യയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഇത് പൊതുസ്ഥലമാണ്. ഇവിടെ വെച്ച് സാഗർ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. ഇനി താൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇവരുടെയൊക്കെ മുന്നിൽ താൻ നാണം കെടും. അതൊക്കെ ഓർത്തപ്പോൾ ഭാഗ്യയ്ക്ക് സാഗറിനോട് സംസാരിക്കാൻ മടി തോന്നി. അവൾ നിസ്സഹായതയോടെ രാധികയെ നോക്കി. രാധിക അവളെ നോക്കി കണ്ണുരുട്ടി. വേറെ നിവൃത്തിയില്ലാതെ സാഗറിൻ്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങി നിന്നുകൊണ്ട് ഭാഗ്യ അവനെ വിളിച്ചു. ഏട്ടാ. അവളുടെ പതിഞ്ഞ സ്വരം കേട്ടതും സാഗർ തിരിഞ്ഞു നോക്കി. അതുകണ്ട് രാധികയും വിവേകും മനസ്സിൽ ചിരിച്ചു. സാഗർ എന്താണെന്ന അർത്ഥത്തിൽ ഭാഗ്യയെ നോക്കി. അത് പിന്നെ ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ? അവൾ അവനെ നോക്കാതെ ചോദിച്ചു. മുറിയിലെ ഫാൻ കേടാണ്, ഒരെണ്ണം വാങ്ങിക്കാം. പിന്നെ മിക്സിയും ഒരു ഇൻഡക്ഷൻ കുക്കറും കൂടി കിട്ടുമോ എന്ന് നോക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ഹെൽമെറ്റ് എടുത്തിട്ട് ബൈക്കിലേക്ക് കയറി. ഭാഗ്യ രാധികയെ തിരിഞ്ഞു നോക്കി. അവൾ വെരി ഗുഡ് എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. ഭാഗ്യയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. താൻ പറഞ്ഞത് കുറച്ചെങ്കിലും അവൻ്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ടാകുമെന്ന വിവേകിന് ഉറപ്പായിരുന്നു. അയാളും തൻ്റെ വണ്ടിയിലേക്ക് കയറി, രാധിക പുറകിലും. പിന്നീട് അവർ ഒരു ഇലക്ട്രോണിക് ഷോപ്പിലേക്കാണ് ചെന്നത്. അവിടുന്ന് ഒരു ഫാനും മിക്സിയും ഇൻഡക്ഷൻ കുക്കറും വാങ്ങി തിരികെ വീട്ടിലേക്ക് തിരിച്ചു. വിവേകിൻ്റെ മോക്ക് ചെറിയ പനിക്കോൾ ഉണ്ടായിരുന്നതിനാൽ അവർ നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. സാഗറും ഭാഗ്യയും അവരുടെ വീട്ടിലേക്കും. പോകുന്ന വഴിയെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്ന സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ടപ്പോഴാണ് തൻ്റെ തൊട്ടപ്പുറം വണ്ടിയിലിരിക്കുന്ന ഒരാണിനെയും പെണ്ണിനെയും ഭാഗ്യ ശ്രദ്ധിച്ചത്. ആൺകുട്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. പുറകിൽ അവനെ കെട്ടിപ്പിടിച്ച് ആ പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് തൻ്റെ പ്രായമേ ഉണ്ടാവുകയുള്ളൂ. ആൺകുട്ടിക്കും അത്ര തന്നെ. ഭാഗ്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഇതുപോലെ ഒരു കാമുകനെ കിട്ടാനും വേണം ഭാഗ്യം. എന്നാൽ വീട്ടിൽ ചെന്ന് രാധിക ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഏട്ടനോട് എങ്ങനെ ചോദിക്കുമെന്നായിരുന്നു പിന്നീട് ഭാഗ്യയുടെ മനസ്സിൽ. കഥ നിങ്ങൾക്കിഷ്ടമായോ? ഈ കഥയുടെ ബാക്കിയുമായി ഞങ്ങൾ ഉടനെ എത്തതാണ്. കഥ നിങ്ങൾക്ക് ബാക്കി അറിയണമെന്നുണ്ടെങ്കിൽ, കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.